ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വീണ്ടും നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. Let us listen carefully to the word of God again. ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് സംസാരിക്കാൻ ഞാൻ മലയാളത്തിൽ പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. I thought that it would be better for me to talk in Malayalam to be very precise about what I am bringing to you. പക്ഷെ എൻ്റെ ആശയങ്ങളുടെ കൃത്യത ടൈറ്റസിൻ്റെ ട്രാൻസ്ലേഷനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. The accuracy of my thoughts will be dependent on my translation. ഇരട്ടി ജോലിയാണ്. It's a double job, especially that it was told just now. അതുപോലെ കൂടുതൽ സമയം കൺസ്യൂം ചെയ്യുന്ന ഒരു വർക്കാണ്, കൂടുതൽ സമയം എടുക്കുന്ന. Okay, this obviously takes more time. എനിക്കൊരു 10 മിനിറ്റ് കൂടുതൽ പെർമിറ്റ് ചെയ്യാമെന്ന് രാജു സോരൻ സമ്മതിച്ചിട്ടുണ്ട്. Raju has permitted an additional 10 minutes for me. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. We've been listening to the word of God through the last session. വീണ്ടും നമുക്ക് അല്പസമയം കൂടി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. Let us look to the word of God again for some learnings. ഇത് വളരെ പ്രാക്ടിക്കലായിരിക്കുന്ന ഒരു വിഷയമാണ്. This is a very practical topic that we have. നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ടോപ്പിക്കാണ് maturity. Maturity is a topic that is very well connected to our daily Christian life. മെച്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഓട്ടോമാറ്റിക്കായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒന്നല്ല. Maturity doesn't come automatically to us. പ്രായമായി എന്നതുകൊണ്ട് മാത്രം ആരും മച്ചുറാകില്ല. You may not be mature just because you are old enough. പ്രായമായില്ല എന്ന് വിചാരിച്ച് മച്ചുറാകാതെയും ഇരിക്കില്ല. Just because you are young, it may not be that you are not mature. ക്രിസ്തീയ ജീവിതം ആരംഭിച്ച് ഒത്തിരി വർഷങ്ങളായി എന്നതുകൊണ്ട് ആരും വിശ്വാസ ജീവിതത്തിൽ പക്വത എത്തണം എന്ന് നിർബന്ധമില്ല. Because you are saved long ago and it's been so many years in your Christian life, it is not necessary that you may be a mature believer. ചിലര് വർഷങ്ങളെടുത്താലും മച്ചുറാകില്ല. വളരെ കുറച്ച് സമയം കൊണ്ട് ചില മനുഷ്യർ പക്വതയിലേക്ക് വരാറുണ്ട്. Some people take a long time to become mature in their Christian life, but some people they become mature very quickly. ക്രൈസ്തവ സമൂഹത്തില് വിശ്വാസികളുടെ എണ്ണം വളരെ വർദ്ധിക്കുന്നു. In Christendom, the number of believers is going up day by day. എന്നാൽ പക്വതയെത്തിയ വിശ്വാസികളുടെ എണ്ണം ആ സ്പീഡിൽ വർദ്ധിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. But we cannot necessarily say that the number of mature believers is increasing at the same rate. മച്ചുറായിരിക്കുന്ന വിശ്വാസികൾ ചർച്ചിലുണ്ടെങ്കിൽ സഭയ്ക്ക് അതൊരു വലിയ അനുഗ്രഹമാണ്. It's a great blessing for the church to have mature believers in church. അവര് സഭയുടെ പ്രതികൂലമായ സമയങ്ങളിലും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലും ആ സഭയുടെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുവാൻ അവർക്ക് സാധിക്കും. During tough times of the church, during difficult times of the church, these believers will be the backbone of the church. അങ്ങനെയുള്ള സമയങ്ങളിൽ അവരെ സഭയെ നയിക്കാൻ വാസ്തവത്തിൽ അങ്ങനെയുള്ള ആളുകൾ വളരെ ആവശ്യമാണ്. During such times, it is necessary that there will be such leaders, mature believers to lead the church. എല്ലാം സന്തോഷമായി പോകുന്ന സമയത്ത് ഹല്ലേലൂയ ആമേൻ കോറസ് ഒക്കെ പാടാൻ എളുപ്പമാണ്. It is very easy to sing choruses and to sing joyful songs to the Lord when things are easy. എന്നാൽ സഭയെ അതിന്റെ ടഫ് ടൈംസിലൂടെ നയിക്കണമെങ്കിൽ പക്വതയെത്തിയ വിശ്വാസികൾ ആവശ്യമാണ്. But mature believers are really needed to lead the church through tough times. പക്വതയെ ആളുകൾ പല സമയങ്ങളിലും തെറ്റായി ധരിക്കാറുണ്ട്. People misunderstand maturity in various ways. പല രീതിയിലുള്ള കഴിവുകളാണ് പക്വതയുടെ അടയാളം എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് തെറ്റാണ്. Some people think that some abilities, some talents are signs of maturity. കഴിവുള്ള മനുഷ്യർ പക്വതകളാകാം, പക്ഷെ കഴിവ് എന്നത് മാത്രം പക്വതയുടെ അടയാളമായി നമുക്ക് പറയാൻ സാധിക്കില്ല. Talented people may be mature, but talents alone are not the sign of maturity. നമുക്ക് സ്റ്റേജിൽ പല പെർഫോമൻസ് ഒക്കെ നടത്താനായിട്ട് സാധിക്കും, പക്ഷെ അത് മെച്യൂരിറ്റി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. People may be good on stage, doing various activities on the pulpit on stage, but it may not be a sign of maturity. ഈ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായി, നമ്മുടെ അകത്തെ മനുഷ്യനുമായി, നമ്മുടെ സ്പിരിച്വൽ ലൈഫുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. Maturity, in a sense, is connected to our inner man, to our personal spiritual lives. അതിൽ നമ്മുടെ വിശ്വാസമുണ്ട്, നമ്മുടെ പ്രത്യാശയുണ്ട്, നമ്മുടെ സ്വഭാവമുണ്ട്. It includes our faith. It includes our faith, our hope, our character, all these things. സ്പിരിച്വാലിറ്റിയെ കുറിച്ച് നമ്മൾ വായിക്കാനായിട്ട് തുടങ്ങിയാൽ പലവിധ നിർവചനങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. If we look at spirituality, we can see that there are various definitions for this.
ഒരിക്കല് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ബൈബിൾ ടീച്ചറാണ്, അദ്ദേഹം കർത്താവിനെ സമീപിച്ച് ചോദിച്ചു, കൽപ്പനകളിൽ വെച്ച് ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? In Matthew chapter 22, verses 36 onwards, one man came and asked Jesus, what is the biggest commandment? കർത്താവ് തന്നോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. അതാകുന്നു ഏറ്റവും വലിയ കൽപ്പന. The Lord answered him, you shall love the Lord your God with all your heart and with all your soul and with all your mind. This is the great and first commandment. അത്രയും തന്നെ പ്രാധാന്യമുള്ളതാണ് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. And the second is like it, you shall love your neighbor as yourself. അതില് ദൈവത്തിന്റെ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. On these two commandments depend all the law and prophets. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തോടുള്ള അനുസരണമാണ് എന്ന് പറയാറുണ്ട്. People say that it is said that spirituality is obedience to the word of God. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാൻ വെമ്പൽ കൊള്ളുന്ന പല മനുഷ്യരുടെയും സ്പിരിറ്റ് പലപ്പോഴും ശരിയാണോ എന്ന് നമുക്ക് സംശയം തോന്നാറുണ്ട്. Sometimes you doubt the spirit of people who are craving to obey the word of God. അവരനുസരിക്കുന്നു, പക്ഷെ അവരുടെ ഉള്ളിൽ സന്തോഷമില്ല. People obey, but they are not often joyful. അവരനുസരിക്കുന്നു, പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ആത്മീകമായിരിക്കുന്ന ഊർജം നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നില്ല. People obey, but they are not energized in their spiritual life. അവർ പല കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷെ അവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പലപ്പോഴും കഴിയുന്നു. They do different things, but we don't see God really blessing them in their life. അവരനുസരിക്കുന്നു, പലപ്പോഴും അത് മെക്കാനിക്കലായിട്ട് അതപ്പതിക്കുന്നു. They obey at various situations, but we find it as a mechanical obedience. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നു. താൻ പറഞ്ഞു, അക്ഷരം കൊല്ലുന്നു. Paul says the word kills. പലപ്പോഴും അനുസരിക്കുന്നു, പക്ഷെ പല മനുഷ്യരുടെയും സ്പിരിച്വൽ ലൈഫിനെ തകർക്കുന്നു. Many times they obey, but it kills their spiritual life. അപ്പൊ അങ്ങനെ ഉള്ള അനുസരണം എന്ന് പറയുന്നത് തികച്ചും ആത്മീകതയാണ്, പക്വതയെത്തിയതാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? Is such belief really a mature Christian belief, or is such obedience really a mature one? Can we say so? അനുസരണം പക്വതയെത്തിയ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. But we should say that obedience is really an important part of a mature Christian. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും, പക്ഷെ ആത്മാവ് നിറഞ്ഞവരായി. In Ephesians chapter 5 verse 18, Paul is saying, do not get drunk with wine, for that is debauchery, but be filled with the Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതമാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയാറുണ്ട്. It is said by some that true spirituality is a life that is controlled by the Holy Spirit. നമ്മുടെ ജീവിതങ്ങളെ എന്താണ് നിയന്ത്രിക്കുന്നത്? What is controlling our lives? നമ്മുടെ ജീവിതത്തിന്റെ പ്രചോദന വിഷയം എന്താണ്? What is that particular thing that is leading? നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രേരക ശക്തി എന്താണ്? What is motivating us in our spiritual life? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കണം. Is God's Spirit leading us, motivating us in our life? നമ്മുടെ ശക്തിയും നമ്മുടെ പ്രചോദനവും ഒക്കെ ദൈവകൃപയിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ടത് ആവശ്യമാണ്. Our power, our motivation, our energy should come from the grace of God. എന്നാൽ ക്രൈസ്തവ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പല ആളുകളും ചെയ്യുന്നത് ദൈവവചനവുമായി പൊരുത്തമില്ലാത്തതാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട്. But when we look in the believers among us, sometimes you find that people who claim to be led by the Spirit, their actions are not in concordance with the word of God. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ആത്മാവിലാണ്. But they say that they are in the Spirit. ഡിവോഴ്സ് ചെയ്യുന്നതിന് അവർക്ക് ഒരു പ്രശ്നമില്ല. They don't have any problem in divorcing. അവർക്ക് വഴക്കുണ്ടാക്കുന്നതിന് പ്രശ്നമില്ല. They don't have problems making strife. ദൈവവചനത്തിന് ഒരു തരത്തിലും പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് ഒരു മനസാക്ഷി കുത്തുമില്ല. They don't have any prick of the conscience while they do things against the word of God. ഫിനാൻഷ്യലി ആളുകളെ ചീറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. They don't find it a problem to cheat people financially. പക്ഷേ ആത്മാവിന്റെ ഒത്തിരി വരങ്ങളും അടയാളങ്ങളും ഒക്കെ അവർ പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുന്നു. But they say they are displaying the fruits of the Spirit and the gifts of the Spirit. വചനത്തിന്റെ പിൻബലമില്ലാത്ത ആത്മാവിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഐഡിയ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. We cannot say that life in the Spirit without being controlled by the word of God is an actual idea. ഇനിയും ചില ആളുകൾ പറയുന്നത് നമ്മുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Some people say that true spirituality is related to our character. അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്ന് പറയാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല.
we are not able to say that he is a good person. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വിശ്വാസികൾക്കൊക്കെ പരിചിതമായിരിക്കുന്ന വാക്യങ്ങളാണ്. Galatians 5:22-23 is very familiar for all of us. അവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. We see this fruit of the Spirit there. പലരും അതിനെ ക്രൈസ്റ്റ് ലൈക്നെസ്, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആത്മാവിന്റെ പ്രവർത്തനമായിട്ട് പറയാറുണ്ട്. People say that this is the character of Christ being reproduced in our life. പല മനുഷ്യരെ കുറിച്ചും പറയുന്നത് അവർക്ക് സ്വഭാവത്തിന്റെ അഭാവം നമുക്ക് ദർശിക്കുവാനായിട്ട് പറ്റും. It is said about many people that we see absence of character in many of them. അവർ വളരെ ഭക്തരായിരിക്കുന്ന മനുഷ്യരാണ്. They are very godly people. പക്ഷെ അവരെ സന്തോഷമുള്ളവരായിട്ട് കാണുന്നില്ല. But you are not finding them to be joyful. അവർ വളരെ കഴിവുള്ള മനുഷ്യരാണ്, പക്ഷെ സ്നേഹമുള്ളവരായിട്ട് തോന്നുന്നില്ല. They are very talented, but they are not loving. അവര് ശക്തരാണ്, പക്ഷെ സമാധാനമുള്ളവരായിട്ട് തോന്നുന്നു. They are very powerful, but they are not having peace in their lives. അപ്പൊ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ക്രിസ്തീയമായിരിക്കുന്ന സ്വഭാവം പലപ്പോഴും അപ്രത്യക്ഷമാകും. In their lives, the Christian character that is supposed to be displayed is not being seen. നമ്മുടെ പക്വത എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വാലിറ്റിയുമായി അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട്. Maturity has an intricate connection with our spirituality. അവിശ്വാസികളുടെ പക്വതയെത്തിയ ആളുകൾ എന്ന് പറയുന്നത് പ്രായം കൊണ്ട് പക്വതയാകുന്നു, ജോലി കൊണ്ട് പക്വതയാകുന്നു, അവരുടെ അനുഭവങ്ങൾ കൊണ്ട് പക്വതയാകുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. In our secular life, we say that people are mature because of their age, because of their experiences, because of the things that they have undergone in their life. എന്നാൽ സ്പിരിച്വൽ ലൈഫിൽ, ആത്മീയ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പക്വതയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് തന്റെ ആത്മീയ ജീവിതവുമായി അതിന് വലിയ ബന്ധമുണ്ട്. But in connection to a Christian, maturity is closely related to the spirituality of a believer. വാസ്തവത്തിൽ പക്വത എത്തിയ ഒരു വിശ്വാസ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടെന്ന് നമുക്ക് കാണാം. In a real mature Christian life, you can see all these components. ദൈവത്തിന്റെ വചനത്തോടുള്ള തന്റെ സ്നേഹവും അനുസരണവും ഒക്കെ അതിനകത്തുണ്ട്. The love to the word of God and the obedience to the word of God is part of it. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്. Such people have the guidance of the Holy Spirit in their life. അവരുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്ന സ്വഭാവം, അതിന്റെ പുരോഗതി നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. We can see their character being revealed and improved day by day. എല്ലാ വർഷവും അവരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇദ്ദേഹത്തില് എന്തൊക്കെയോ ഒരു പുതുക്കം ദൈവം സൃഷ്ടിച്ചല്ലോ എന്ന് നമുക്ക് തോന്നും. Each year when you see them, you really see that something new has happened in his life. അദ്ദേഹം പഴയ ആളായിട്ട് തുടരുന്നില്ല. He is not remaining as the same old guy. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു പ്രക്രിയയിൽ താൻ മുന്നോട്ട് പോവുകയാണ്. He is actually following the process of renewal of mind in his life. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പക്വതയിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത് മരിക്കുന്നിടം വരെ അവസാനിക്കുന്നില്ല, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. So this journey of maturity in Christian life is not something that ends time. It's continuing day by day in our life. ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പക്വത അല്ലെങ്കിൽ മെച്യൂരിറ്റി ഇൻ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. So as I dwell on the topic of maturity in Christian life, I want to connect it with our spirituality. ആ നിലയിൽ പറയുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. We will examine some passages from the word of God in connection. ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ള എഫീഷ്യൻസ് 5 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. We'll go to Ephesians 5 verses 18 to 21. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. And do not get drunk with wine, for that is debauchery, but be filled with the Spirit, addressing one another in psalms and hymns and spiritual songs, singing and making melody to the Lord with your heart, giving thanks always and for everything to God the Father in the name of our Lord Jesus Christ, submitting to one another out of reverence for Christ. ഈ വേദഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. The thoughts of this passage are very simple. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? Paul is talking about what should control the life of a believer. നമുക്കറിയാം, ഫിൽഡ് വിത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മെ നിയന്ത്രിക്കുന്ന എന്നാണ്. When it talks as filled with, it means it controls us. വിശ്വാസികളുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്
മദ്യമല്ല, വീഞ്ഞല്ല, മറ്റൊന്നുമല്ല. തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. What should control the life of a believer is not wine or alcohol, it is the Spirit of God. ഇന്ന് നമ്മുടെ വിശ്വാസികളെ പൊതുവിൽ പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ പലതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. When we look into our own lives as believers, we can see that our lives are controlled by various factors. നമ്മുടെ തിരക്ക്, നമ്മുടെ കരിയർ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ പ്രയോറിറ്റീസ്, അങ്ങനെ പല കാര്യങ്ങളാണ് പലപ്പോഴും വിശ്വാസികളെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ ഉണ്ട്. Often it is a fact that our lives are controlled by our busy schedules, our careers, our interests, our ambitions. But is it really the Spirit of God that is controlling us? അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസികളെ നിയന്ത്രിക്കേണ്ടത് മറ്റൊന്നുമല്ല, അവരുടെ കരിയർ അല്ല, അവരുടെ അംബീഷൻസ് അല്ല, അവരുടെ ഇൻട്രസ്റ്റ് അല്ല, അവരുടെ താല്പര്യങ്ങളല്ല. അവരെ നിയന്ത്രിക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. Paul is saying that your life should not be controlled by your desires, by your interests, by your ambitions or your busy schedules, but it should be controlled by the word of God, by the Spirit of God. ഈ ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. When the Spirit of God controls the life of a believer, what happens is being said in the passage. ഈ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനുമായിട്ട് ആരംഭിക്കും. Such a person will worship the Lord and give thanks to the Lord. താൻ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു മനുഷ്യനായിട്ട് മാറും. He will be a thankful person. പ്രിയമുള്ളവരെ, നമ്മളിൽ അനേകരും ദൈവത്തോട് പലപ്പോഴും നന്ദിയുള്ള മനുഷ്യരാണോ നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ്. It is a good exercise to evaluate ourselves and see whether we are really thankful to the Lord. നാം ദൈവത്തിൽ നിന്ന് അനേക നന്മകൾ പ്രാപിച്ച ആളുകളാണ്. We have indeed claimed lot of good things from the Lord. പക്ഷേ നമുക്ക് നമ്മളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ദൈവത്തിന് മുൻപാകെ ചെല്ലുന്ന സമയത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നതിലും ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവം വാസ്തവത്തിൽ ആരാണെന്ന് മനസ്സിലാക്കുന്നതിലും ഞാൻ പരിശ്രമം നടത്തുന്ന ഒരു വ്യക്തിയാണ്. So one good thing to evaluate ourselves, to look into ourselves, is to see whether I am really making an effort in thanking the Lord and worshiping the Lord and being really thankful about what the Lord has done in my life. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയിൽ നിന്നല്ല വരേണ്ടത്, നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെട്ടു വരേണ്ടത്. True worship should arise from our hearts, not from our tongue. ജോൺ മക്കാർതർ എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞു, യഥാർത്ഥ വർഷിപ്പിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് സിംഗിങ്ങിലല്ല, ദൈവവചനത്തിന്റെ ഡെപ്തിൽ നിന്നാണ് യഥാർത്ഥമായിരിക്കുന്ന ആരാധന പുറപ്പെട്ടു വരേണ്ടത്. John MacArthur says like this, that the true depth of worship is not in the depth of singing, but from the depth of the word of God. ദൈവത്തെ ആഴമായി ആരാധിക്കാൻ എന്ത് ചെയ്യണം? ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. What should I do to worship the Lord deeply? People often ask this question. ലോകത്തിലുള്ള ഒത്തിരിയും സഭകള് നല്ല ഒരു മ്യൂസിക് ടീമിനെ അവർ ഡെവലപ്പ് ചെയ്യും. എന്തിനെന്ന് വെച്ചാൽ ആരാധന വളരെ ഇമ്പമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ്. Churches usually have good music teams to ensure that worship is enjoyable. ഞാൻ നിങ്ങൾക്കെതിരല്ല കേട്ടോ, നിങ്ങൾ നന്നായിട്ട് I am not against the singing team here. പക്ഷേ യഥാർത്ഥമായിരിക്കുന്ന ഡെപ്തുള്ള ദൈവത്തിന് ആസ്വാദികരമായിരിക്കുന്ന ആരാധന വരണമെങ്കിൽ അതിൽ ദൈവവചനത്തിൽ വേരുള്ളതായിരിക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടതായിരിക്കണം. Real worship with real depth will arise only from the word of God, only if it is rooted in the word of God. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പം പ്രിയമുള്ളവരെ, ദൈവം ആരാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധന ദൈവത്തിന്റെ ഒരു സ്വീറ്റ് ആരോമയായി മാറി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. When we go into the presence of the Lord to worship him, if we are not able to think who God is, then we cannot say that our worship is really a sweet aroma to the Lord. ദൈവാരാധന എന്ന് പറയുന്നത് ദൈവത്താൽ മാത്രം സാധ്യമാക്കി തീർക്കുന്ന അനുഭവമാണ്. Worshiping the Lord, godly worship, is indeed possible only by the അത് മനുഷ്യർക്ക് സ്വയമായി സൃഷ്ടിച്ചെടുക്കാനായിട്ട് പറ്റില്ല. You cannot manufacture it by yourself. വളരെ പ്രസിദ്ധനായ ഒരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന ഫ്രഞ്ച് ക്രിസ്ത്യൻ ഫിലോസഫർ. Blaise Pascal was a very godly man. അപ്പൊ അദ്ദേഹത്തിന് ഒരു രാത്രിയിൽ ഒരു ദൈവാനുഭവം ഉണ്ട്. അങ്ങനെയാണ് അദ്ദേഹം കൺവേർട്ടഡ് ആയത്. രാത്രി 10 മുതൽ 12 വരെ തനിക്കൊരു വലിയ ദൈവാനുഭവം, ദൈവവുമായിട്ടുള്ള ഒരു വലിയ എൻകൗണ്ടർ തനിക്ക് ഉണ്ടായി. He says that he had an encounter with God, an experience with God from a night 10:30 to 12:30. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ദൈവം അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്, അവൻ ഫിലോസഫേഴ്സിന്റെയും എഴുത്തുകാരുടെയും ദൈവം അല്ല.
he says that God is a God of Abraham, Isaac and Jacob. He is not the God of philosophers and writers. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഫിലോസഫേഴ്സും എഴുത്തുകാരും ദൈവത്തെ കുറിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പിക്ചർ ഉണ്ട്. അതല്ല ദൈവം. ആ ദൈവം ആരാണ്? വേദപുസ്തകത്തിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന പിതാക്കന്മാരുടെ ദൈവമാണെന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രധാന. What he meant was that the philosophers and writers of this world has created an image of God according to their own understanding, but the real God is the God who is being described in the word of God. അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചാൽ ദൈവാനുഭവത്തെ കുറിച്ച് ഒരു വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാനായിട്ട് പറ്റും? Somebody asked him, can you describe your experience, encounter with God in one word? അദ്ദേഹം 2 മണിക്കൂർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞത് ഫയർ, തീയായിരുന്നു. He said that it was fire. പ്രിയമുള്ളവരെ, ദൈവത്തെ വാസ്തവമായിട്ട് ആരാധിക്കുക എന്ന് പറയുമ്പം അത് ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രം നമുക്ക് സാധ്യമാക്കി തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. Worshipping God is made possible by the Spirit of God only. ദൈവത്തിന് നമ്മൾ എത്രത്തോളം നന്ദി പറയുന്ന ആളുകളാണ് വ്യക്തിപരമായി. How much are we thankful to our God personally? മാത്രമല്ല ഇവിടെ പറയുന്നത് അന്യോന്യം കീഴ്പ്പെടുന്ന മനുഷ്യരായിട്ടിരിക്കുന്നു, കീഴ്പ്പെടുന്ന, ബഹുമാനിക്കുന്ന. Another thing that we see in that passage is that submitting to one another. പ്രിയമുള്ളവർ, ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവാണ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് അല്ലയോ എന്ന് ആളുകൾക്ക് മനസ്സിലാവും. That means that you can really understand whether the Spirit of God is really leading this person. എന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണോ ഏത് ആത്മാവാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. I can understand which spirit is leading us. Is it really the Spirit of God or some other spirit? നമ്മുടെ ക്യാമ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞു സഹോദരന്മാരെല്ലാവരും എഴുന്നേറ്റ് മുന്നോട്ട് വന്നിരിക്കണമെന്ന് പറഞ്ഞു. In the beginning of the camp, it was in the morning. It was said for the brothers to come, stand up and come forward. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നിയന്ത്രിക്കുന്നെങ്കിൽ നമ്മൾ ചാടി എഴുന്നേൽക്കും, നമ്മൾ മുന്നോട്ട് വരും, ഇരിക്കും. If the Spirit of God is guiding us, leading us, we will stand up immediately and come forward and sit. എഴുന്നേക്കാൻ പറ്റുന്നവരും കേട്ടോ. Only for those who are able to stand up. അവർ എഴുന്നേക്കും, മുന്നോട്ട് വരും. They'll get up immediately and come forward. നമുക്ക് എഴുന്നേറ്റ് പാട്ട് പാടാന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുന്നേക്കും. If we say from here that let us stand up and sing, everybody will stand up. അതിന്റെ കാരണം എന്താണ്? എന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. The reason behind that is what controls me is the എനിക്ക് Spirit of God. കീഴ്പ്പെടാതിരിക്കാനായിട്ട് പറ്റില്ല. I cannot not submit. എന്നാൽ നമ്മൾ ആർക്കും കീഴ്പ്പെടില്ല. But we don't submit. ഒരു അമേരിക്കൻ പോയിട്ട് പറഞ്ഞ പോലെ ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് എങ്ങനെ ദൈവഭയത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ നിയന്ത്രിക്കപ്പെടാനായിട്ട് പറ്റും? For somebody who says I am the captain of my life, how can we submit to the Spirit of God? പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് ക്യാപ്റ്റൻഷിപ്പ് ഒക്കെ കൈമാറി. When we got saved, we gave up the captaincy of our life. നമ്മുടെ ലൈഫിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവായിട്ട് മാറിയിരിക്കുന്നു. The captain of our life is Lord Jesus Christ. കർത്താവ് പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. You have been purchased by the blood of Christ. ഇനി നിങ്ങൾ നിങ്ങളുടേതാണെന്ന് വിചാരിച്ചാണോ ഇരിക്കുന്നത്? അല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. There is no way you can think that you belong to yourself. നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നു. Our bodies are the residence of the Holy Spirit. പ്രിയമുള്ളവർ, ഇതൊക്കെ മച്വർ ആയിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. These are the experiences of a mature Christian. ദൈവത്തെ ആരാധിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക, finding joy in worshiping the Lord. ദൈവത്തെ ആരാധിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച അരമണിക്കൂർ വർഷിപ്പ് അല്ല. That doesn't mean half an hour time on Sunday. ബ്രദർ ലോറൻസ് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ 40 വർഷമായി തുടർച്ചയായി ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. Brother Lawrence. Brother Lawrence said like this, that from the time I was saved for the last 40 years, I've been continuously worshiping the Lord. ഞാൻ ഇവിടുന്ന് അടുത്ത ലോകത്തിലേക്ക് പോയാലും അത് തന്നെ തുടരും. Even if I go to the next world, it will continue. വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. There is nothing else I have to do. വർഷിപ്പ്, ദൈവാരാധന, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് നന്ദി പറയുക, കീഴ്പ്പെടുക, ഇതൊക്കെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന, പക്വതയെത്തിയ വിശ്വാസികളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. Worshipping the Lord, giving thanks to the Lord, submitting to each other. These are certain aspects that are being revealed in truly spiritual people who are mature in their belief. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അഭിപ്രായം പറഞ്ഞു, അതിന് ചെവി കൊടുക്കുക, അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. Submitting to one another, including listening to your spouses. മക്കള്, മുതിർന്ന കുഞ്ഞുങ്ങള് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, അതിന് ചെവി കൊടുക്കുക. Maybe your children are giving you some opinions, listen to it. ചർച്ചിലെ വിശ്വാസികൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു, സഭയ്ക്ക് അധ്യക്ഷത ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ അതിന് വിധേയപ്പെട്ടു, അത് മനസ്സിലാക്കാൻ പരിശ്രമിച്ചു. Maybe the believers in the church are giving an opinion, even though you are leading the church, you listen to it.
എന്നാൽ ജഡം നിയന്ത്രിക്കുന്ന മനുഷ്യർക്ക് അത് ഒരിക്കലും സാധിക്കുകയില്ല. If your flesh is guiding you, is leading you, it's not possible. നമുക്ക് അടുത്ത വേദഭാഗത്തേക്ക് പാസേജിലേക്ക് വരാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. Let's move on to the next passage, Galatians chapter 5, verses 16 and 17. But I say, walk by the Spirit, and you will not gratify the desires of the flesh. For the desires of the flesh are against the Spirit, and the desires of the Spirit are against the flesh. For these are opposed to each other to keep you from doing the things you want to do. വിശ്വാസ ജീവിതത്തിൻ്റെ മെച്ചപ്പെട്ട അനുഭവങ്ങളിലേക്ക് വരിക, അല്ലെങ്കിൽ പക്വതയോടെ ജീവിക്കുക, ആത്മാവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. Apostle Paul is clearly explaining as to what are the signs of being a mature believer. അപ്പോസ്തലൻ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുക. Paul is saying, live by the Spirit of God. മലയാളത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാണ് പറയുന്നത്. In Malayalam it is read as walk obeying the Spirit of God. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? What is really meant by that? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. Our spiritual life should be controlled by the power of the Spirit. നമ്മെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ പഴയ പാപ സ്വഭാവം അല്ല. Our sinful life should not control us. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിന്റെ സഭയോട് ചേർന്നു, വർഷങ്ങളായി വചനം നമ്മൾ പഠിക്കുന്നു. പക്ഷെ എന്നെ നിയന്ത്രിക്കുന്നത് എന്താണ്? We've been saved, we've been baptized, we've been part of the church. But what controls us? ഞാൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ എന്ത് പ്രചോദനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? When I take decisions, what motivates me for those decisions? അപ്പോസ്തലൻ പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. Paul is saying, walk by the Spirit. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നെല്ലാം വിശ്വാസികളെ ദൈവം വിടുവിച്ചു. The Lord has saved us from the curse of the law. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു പ്രമാണവും ഇല്ലാതെ ജീവിക്കാം എന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെയല്ല പൗലോസ് പറയുന്നത്. So can I live without any laws in my life? ന്യായപ്രമാണത്തിൽ നിന്ന് വിടുവിച്ചതുകൊണ്ട് ഇനി പ്രമാണമില്ലാതെ ജീവിക്കുക എന്നല്ല, മറിച്ച് ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് വിശ്വാസികൾ വരണം. Because I have been saved from the law, it doesn't mean that I live a lawless life, but I live according to the Spirit. നമ്മൾ ദൈവത്തിന്റെ ദൈവം വെച്ചിട്ടുള്ള നിലവാരത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കുന്ന ഒരു ശക്തി നമ്മിൽ തന്നെ ഉണ്ട്. When we attempt to live according to the Spirit of God, we can find often that there is a power that pulls us down. സത്യം പറയേണ്ട സമയങ്ങളിൽ നമുക്ക് തോന്നും ഇത്രയും സത്യമൊക്കെ പറയണോ? When it is time to say the truth, we may think, is it really necessary to tell all the truth? ഇത്രയും കാര്യങ്ങളൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? Is it necessary to tell all these things? ക്ഷമിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടോ? When it is time to forgive, should ഞാൻ I really കീഴ്പ്പെടുന്ന forgive? സമയത്ത് ഇത്രയും കീഴ്പ്പെടേണ്ട ആവശ്യമുണ്ടോ? When it is time to submit, should I really ഞാൻ submit? കൊടുക്കുന്ന സമയത്ത് ഇത്രയും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? When it is time to give, should I really give this much? ഇതാരാ നിയന്ത്രിക്കുന്നത്? Who controls all this? ഇതിന്റെ സമയമൊക്കെ ആരാ നിയന്ത്രിക്കുന്നത്? Who decides the time for all ഇതിന്റെ this? ക്വാളിറ്റി ഒക്കെ ആരാ നിശ്ചയിക്കുന്നത്? Who decides the quality of all this? ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചാലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ശരിയായിരിക്കുന്ന ഒരു സിംഫണിയിൽ മുന്നോട്ട് പോകും. Only if the Spirit of God controls and decides all these things can our spiritual life be in a symphony. എന്നെ വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് സുവിശേഷകനായിരിക്കുന്ന ഫിലിപ്പോസ്. അദ്ദേഹം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സമയമാണ്. We have read about ശമരിയയിൽ. We read about Philip the evangelist. In today's times, it will be known as a big work. The work he was doing in Samaria. ഒരുപക്ഷെ 1000-2000 വിശ്വാസികളുള്ള ഒരു വലിയൊരു കൂട്ടായ്മ ശമരിയയിൽ ഡെവലപ്പ് ചെയ്തു വന്നു. Maybe a fellowship involving 1,000 or 2,000 believers was developing in Samaria. വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് താൻ ശമരിയയിൽ ചെയ്ത് പൂർത്തിയാക്കിയത്. He was doing an amazing ministry in Samaria. അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയുടെ ക്ലൈമാക്സിലേക്ക് എത്തിപ്പോകുന്ന ഒരു സമയം. It was the time of reaching the climax of his ministry. പക്ഷേ രസകരമായിട്ട് നമ്മൾ കാണുന്നത് ആ വരുന്ന വലിയ ഒരു സമൂഹത്തെ അവിടെ ഇട്ടേച്ച് ഒരു മനുഷ്യന്റെ പുറകെ പോകാനായിട്ട് ദൈവാത്മാവ് തന്നോട് ആവശ്യം. But interestingly, we find that the Spirit of God
told him to leave that community there and go after one person. അദ്ദേഹം ഗസയ്ക്കുള്ള വഴിയിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. He was traveling in the road to Gaza. നമുക്ക് പറയാം തന്റെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്ന പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്, തന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ അല്ല. Indeed, we find that his life was controlled by the Spirit of God, not his personal interests. തന്റെ തീരുമാനങ്ങളെ നിയന്ത്രിച്ചത് കർത്താവെ അരുളി ചെയ്യണം, എളിവൻ അനുസരിക്കാം. His decisions were controlled by the attitude that, Lord, please command, I'll obey. നമ്മുടെ ഒക്കെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മളെ മുന്നോട്ട് ചലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രമാണം, അതേസമയം നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന പാപത്തിന്റെ പ്രമാണം. It is indeed a reality in our lives that we have a command of the Spirit of God to obey, but we have a force of our sin in our life, the sin nature in our life pulling us back. വിശ്വാസികളുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു സമരഭൂമിയാണ് എന്ന് പറയാറുണ്ട്. Usually it is said that the hearts of believers are a conflict field or a battlefield. ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത് ഫ്ലഷും സ്പിരിറ്റും തമ്മിലുള്ള ഒരു ബാറ്റിൽ. There's an ongoing battle between the flesh and the spirit. ഇതിൽ ഏത് വേണമെന്നറിയാതെ ഞെരങ്ങിപ്പോകുന്ന മനുഷ്യര്. What should we decide? This confusion is always there. ഞാൻ എൻ്റെ ഭാര്യയെ ക്ഷമിക്കണം അവളോട്. Should I really forgive my wife? ഞാൻ അവളെ സ്നേഹിക്കേണ്ടതുണ്ടോ? Should I really love my wife? എൻ്റെ മോൻ ചെയ്തത് തെറ്റാന്നറിയാം, ഞാൻ അവനോട് കറക്ഷൻ പറഞ്ഞാൽ അവന്റെ സ്നേഹം പോവോ? If I correct my son, will he start to hate me? Will he really... ഞാൻ ഇത് ഇത്രയും ഇവിടെ ചെലവാക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അതിനെ കുറച്ച് നിയന്ത്രിക്കേണ്ടതല്ലേ? Should I really spend such things for this ministry? Should I not control it? ഞാൻ ആ ക്യാമ്പിൽ പോകേണ്ട ആവശ്യമുണ്ടോ? Should I really go for the camp? അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? Isn't it better to stay in my home? പ്രിയമുള്ളവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെ ശരിക്കും വിടുതൽ തന്ന, സ്വാതന്ത്ര്യം തന്ന മുന്നോട്ട് നയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു വലിയ ശക്തിയാണ്. The thing that gives us freedom from this battle is the power of the Holy Spirit. അങ്ങനെയുള്ള സമരവേദികളിൽ, അങ്ങനെയുള്ള സംഘർഷങ്ങളുടെ മധ്യത്തില് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുക്കുവാൻ, നിലനിൽക്കുവാൻ നമുക്ക് ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. During such conflicting times, what gives us strength to take good decisions, to go forward and to make the right decisions is the power of the Holy Spirit. കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേര് ഇവിടെയുണ്ട്. There are college students here. കോളേജ് സ്റ്റുഡൻസിൽ ക്ലാസ്സിൽ ധാരാളം സൗന്ദര്യമുള്ള ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഉണ്ട്. There will be handsome girls and boys in your class. അന്യോന്യം ആകർഷണങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ തോന്നാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള സമയങ്ങളാണ്. Your age is a time to feel attraction to each other. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുൾപിറ്റിൽ മാത്രം സജീവമായിരിക്കുന്ന ഒരാളല്ല. നമ്മുടെ ജീവിതത്തില് കോളേജിലും ക്ലാസ്സിലും കൃഷിഭൂമിയിലും ബിസിനസ്സിലും ജോലി സ്ഥലത്തും എല്ലായിടത്തും നമ്മുടെ ജീവിതങ്ങളെയും താല്പര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So walking by the Spirit doesn't mean that the Spirit is active in the pulpit only, but the Spirit of the Lord is active in your life, in your career, in your student times, in your workplaces, in the places where you are joined together with other people. Everywhere the Lord's Spirit is guiding you. പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലായിടത്തും യെസ് പറയിപ്പിക്കുന്ന ദൈവാത്മാവല്ല. ചില സമയത്ത് നോ ശക്തമായി പറയുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, അതിനുള്ള ഒരു ബലം നമ്മുടെ ഹൃദയത്തിൽ തരുന്നവനാണ് പരിശുദ്ധാത്മാവ്. God's Spirit doesn't make you say yes at every given occasion. It also gives you strength to say no in certain situations. വലിയ ആകർഷണങ്ങളുടെ മധ്യത്തില്, പ്രലോഭനങ്ങളുടെ മധ്യത്തില്, നമ്മളെ സ്വാധീനിച്ച് പാപം ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുടെയും മധ്യത്തിൽ നോ എന്ന് പറയാനായിട്ട് ഒരു ചെറുപ്പക്കാരെയും ബലപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആന്തരികമായ ശക്തിയാണ്. During certain attractive situations or maybe some tempting situations, what enables you to say no to such situations is this power of the Spirit of God. ഓഫീസിൽ കൈക്കൂലി മേടിക്കേണ്ട ഒരു സമയത്ത് നോ എന്ന് പറയാനും എനിക്കത് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തില് ശക്തി പകരുന്നത് പരിശുദ്ധാത്മാവ്. Maybe at the time of receiving a bribe in your office, what gives you strength to say no, I don't need it, I don't want it, is the Spirit of God. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിലനിൽക്കുവാൻ ഒരു മനുഷ്യനെ ആന്തരികമായി ശക്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. During tough situations in your life, what gives you strength to go forward is the power of the Spirit of God. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ജഡത്തിന്റെ ചിന്ത മരണം.
In the book of Romans, Paul says, the thought of the spirit, the thought of flesh is death. ജഡം എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് മനോഹരമാണ്, സ്മാർട്ടാണ് എന്നൊക്കെ നമുക്ക് തോന്നിയാലും ജഡം ഒരു മനുഷ്യനെ നയിച്ചാൽ അവൻ എത്തിപ്പെടുന്നത് മരണത്തിലായിരിക്കും. Even though your flesh, your body is very attractive, but if your flesh is guiding you, what you end up with is death. എൻ്റെ അഭിപ്രായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, നോ പറയേണ്ട സമയത്ത് നോ പറയാനുള്ള ധൈര്യം എനിക്ക് തരണം. We should pray to God that, Lord, please give me the ability and strength to say no in its required time. നിഷ്കളങ്കനായി നിരപവാദിനായി നിൽക്കുവാൻ നീ എന്നെ പഠിപ്പിക്കണം. Teach me to be innocent, to be blameless in my life. പാപത്തിന്റെ താൽക്കാല ഭോഗങ്ങൾക്കെതിരെ നോ പറയുവാൻ എൻ്റെ ഹൃദയത്തെ നീ ശക്തിപ്പെടുത്തണം. Against the lusts of sin, help me to say no. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ നീ എൻ്റെ ഹൃദയത്തെ ശക്തീകരിക്കണം. Strengthen my heart to be standing up against tough situations in my life. നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയം വെക്കുവാൻ എൻ്റെ ഹൃദയത്തെ നീ ശീലിപ്പിക്കണം. Lord, teach me to turn even in situations which are lost or which are kind of lost, to convert them into situations of profit. പ്രിയമുള്ളവർ, ഇതൊക്കെയാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Dear ones, this is what is meant by obeying the Spirit. നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ ടച്ച് ചെയ്യാത്ത ഒരു ആത്മാവുള്ള ജീവിതത്തെ കുറിച്ചല്ല വേദപുസ്തകത്തിൽ പറയുന്നത്. The word of God doesn't say about us walking by the Spirit without touching the practical aspects. അങ്ങനെ നമ്മൾ നടക്കുകയും കർത്താവിൽ ശരണപ്പെടുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് കർത്താവ് നമ്മളുടെ ഉള്ളിൽ ഒരു വലിയ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താന്ന് ചോദിച്ചാൽ നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കാനുള്ള നിരന്തര പരിശ്രമം. The Lord is indeed involved in this process of making us like His Son Jesus Christ. പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ലഭിക്കുന്ന വലിയൊരു നന്മയാണ് ഫ്രീഡം ഫ്രം ദ പവർ ഓഫ് ഫ്ലെഷ്. So if we live like that, one of the greatest blessings that we have is the freedom from the power of flesh. കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ പാപ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളെ അതിന്റെ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. The sinful nature tries to make us slaves. It enslaves us. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുന്ന സമയത്ത് താൻ സ്വാതന്ത്ര്യത്തിലേക്ക് വരാനായിട്ട് ആരംഭിക്കും. But when the Spirit of God guides the life of a person, he comes into freedom. യഥാർത്ഥമായിരിക്കുന്ന ഫ്രീഡം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഒരു വർക്കിലൂടെയാണ്. We can enjoy real freedom through the work of the Spirit of God. നമ്മൾ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. അതിന്റെ സന്തോഷം നമുക്കുണ്ട്. We celebrated our 78th Independence Day. പക്ഷേ നമുക്കത് പൊളിറ്റിക്കൽ ഫ്രീഡമേ വന്നുള്ളൂ. But we have only political freedom. മനുഷ്യർക്ക് പാപത്തിന്റെ സ്വാധീനത്തിലുള്ള ഫ്രീഡം ലഭിച്ചു എന്ന് പറയാൻ പറ്റില്ല. People have not received freedom from sin. മരണഭയത്തിൽ നിന്ന് ഫ്രീഡം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. People have not gained freedom from the fear of death. ജാതി വിവേചനത്തിൽ നിന്ന് ഫ്രീഡം കിട്ടിയെന്ന് പറയാനായിട്ട് പറ്റില്ല. They have not received freedom from casteism. പാപ സ്വഭാവങ്ങളിൽ നിന്ന് ഫ്രീഡം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. They have not got freedom from sinful natures. സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാനായിട്ട് പറ്റില്ല. Financial freedom is not yet attained. ഇതെല്ലാം ലഭിക്കുന്നത് എവിടെയാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് ഒരു മനുഷ്യന് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. You experience all these freedoms in the Spirit of Christ. നമ്മുടെ കയ്യിൽ നാം യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ പലതുണ്ട്. We have many electronic devices in our hand. ഈ ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് പലവിധ ആശയങ്ങള്, പലവിധ പിക്ചേഴ്സ്, മനുഷ്യർക്ക് കാണാൻ കൊള്ളാകുന്നത്, കൊള്ളില്ലാത്തത്, അനവധി കാര്യങ്ങൾ ഇതിനകത്ത് നമ്മുടെ കൺമുൻപിലേക്ക് വരാനുള്ള സാധ്യതകൾ. When we switch on these devices, there are various pictures and media that can come in front of us. അനേക ജോലിക്കാർ ഇതിന്റെ മുൻപിലാണ് 24 മണിക്കൂറും അവർ സ്പെൻഡ് ചെയ്യുന്നത്. കാരണം അവരുടെ ജോലി തന്നെ അതാണ്. Many of you might be working in front of these devices all the time, all your time of work. പക്ഷേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ഈ ഡിവൈസിലൂടെ പാപം ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. But it is the spirit of the or the power of the Spirit of God who helps him to decide to make this commitment that I will not sin with this device. പല പാപങ്ങളും എന്ന് പറയുന്നത് ഫിംഗർ ടിപ്പ് അകലത്തിലാണ് നിൽക്കുന്നത്. Many sins are just a fingertip away from you. പ്രിയമുള്ളവരെ, വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്.
what gives freedom to believers is the power of the Holy Spirit. അതാണ് ഇവിടെ പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. ജഡം നമ്മളെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിരന്തരമായി പ്രേരിപ്പിക്കുകയാണ്, ടെംപ്റ്റ് ചെയ്യുകയാണ്, വശീകരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ഒരു മനുഷ്യൻ അനുസരിച്ച് നടക്കാൻ തുടങ്ങുന്ന സമയത്ത് തനിക്കൊരു വലിയ ഫ്രീഡം കിട്ടും. The flesh is tempting us to sin, to continuously go against the will of God, but the Spirit of God helps us to stay away from it. ഇത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ്. Is it really happening in our life? പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതം നമ്മളങ്ങനെ ആത്മാവിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പം എപ്പോഴും സന്തോഷമായിരിക്കും എന്നൊന്നും ചിന്തിക്കണ്ട. You cannot expect that when you obey the Spirit of Christ always in your life, it may be joyful at all times. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രോബ്ലം ഫ്രീ ലൈഫ് ഒന്നുമല്ല. Christian life is not a problem free life. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും മൂല്യങ്ങളുടെ ഒരു പോരാട്ടം നടക്കുന്നത് കാണാനായിട്ട് പറ്റും. There will always be a conflict of values in their life. അവർ പല കാര്യങ്ങളും കാണുമ്പോൾ അത് അവരെ ചിന്താക്കുഴപ്പത്തിലാക്കാനുള്ള ചാൻസ് ഉണ്ട്. Many a time you have a process or a difficulty in your thinking. ടോസർ എന്ന ദേവദാസൻ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം എഴുതി, സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക. A.W. Tozer, he wrote like this: if you want to really be happy, pray for no wisdom in your life. വിവേകം മനുഷ്യരുടെ ഉള്ളിൽ ഉറച്ചാൽ എപ്പോഴും സന്തോഷിക്കാൻ പറ്റില്ല. If you really are wise in your life, you cannot be happy always. പലതും അവരുടെ ഹൃദയത്തെ വല്ലാതെ അലോസരപ്പെടുത്തും. Your heart will be troubled by various factors. എന്നാൽ അതേ വിവേകം തന്നെ നമ്മളെ സന്തോഷിപ്പിക്കും. But the same wisdom will give you joy. നമ്മുടെ പ്രത്യാശയെ കുറിച്ചൊക്കെ നമ്മുടെ പ്രിയ സഹോദരൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ആ നിലയിലുള്ള സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വരും. We heard about the hope, our hope in the morning. So in such ways, joy will come to us. അപ്പോൾ എല്ലാ സമയങ്ങളിലും ഈ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഒരു സംഘർഷമുണ്ട്. So at every given moment there is a conflict in a believer's life. പാപത്തിന്റെ സ്വാധീനം ഒരു വശത്ത്, there is the influence of sin on one side. അതിന്റെ ആകർഷണീയത വേറൊരു വശത്ത്, its attractiveness. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിർബന്ധം വേറൊരു വശത്ത്. But the influence and the pulling of the Holy Spirit is on the other side. കർത്താവേ, ഇത് എന്ത് സംഭവമാണ് തലയ്ക്കകത്തേക്ക് പോകുന്നത്? It's very difficult to process in your thinking. എന്നാൽ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ പ്രവർത്തനങ്ങളാണ്. So in such situations, it is the Spirit of God, the work of the Spirit of God that helps us and comforts us in those situations. ഈ ക്യാമ്പിൽ നമുക്ക് ലഭിക്കേണ്ട ഒരു വലിയ ജയം എന്ന് പറയുന്നത് ഇതാണ്. So this is one of the victories that should happen as a result of this camp. കർത്താവേ, ഞാൻ ജഡത്തിന്റെ മീതെ ജയം വരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ദൈവാത്മാവ് എന്നെ ശുദ്ധീകരിച്ചെടുക്കണം. Lord, make me to have victory over my flesh. അതിന്റെ മേലെ ജയം ആഘോഷിക്കുന്ന, വിടുതൽ ആഘോഷിക്കുന്ന ഒരു മനുഷ്യനാക്കി എന്നെ നീ രൂപാന്തരപ്പെടുത്തണം. Help me to celebrate victory over my flesh. അത് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ ക്യാമ്പിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കുക. If that is not happening, then this camp may not be a blessing for us. പ്രിയമുള്ളവരെ, കഴിവില്ലാത്തതുകൊണ്ടും ശക്തിയില്ലാത്തതുകൊണ്ടും അല്ല നമ്മൾ പലപ്പോഴും തോറ്റുപോകുന്നത്. It is not because we lack talents or because we lack power that we fail many a time. ശിംശോന് ശക്തിയുടെ കുറവല്ലോ ഉണ്ടോ? Did Samson have any lack of power? കഴിവിന്റെ കുറവല്ലോ? Did he have any lack of talent? പക്ഷേ തന്റെ ജഡം തന്റെ ആത്മാവിന്റെ മീതെ ശക്തി ആർജിച്ചു. His flesh overcame his power and his wisdom. ശലോമോന് ബുദ്ധിക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നു? Did Solomon have any lack of wisdom? അറിവിന് വല്ല കുഴപ്പമുണ്ടോ? Did he have any lack of knowledge? പക്ഷേ തന്റെ പാഷൻസിനെ നിയന്ത്രിക്കാൻ തനിക്ക് പറ്റിയില്ല. But he was not able to control his passions. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സഭകളിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നാം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. These are the very challenges that we also face in our churches and in our personal. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് തന്നെ വിടുവിക്കുന്ന, ഗലാത്യയിലെ വിശ്വാസികളെ വിടുവിക്കുന്ന, ചെന്നൈയിലുള്ള നമ്മളെ വിടുവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുവാൻ നാം അനുവദിക്കണം. So that is why Paul is saying that the power of the Spirit of God which frees us from all this, we should allow that power to work in us. വാരൻ വിയേഴ്സ്ബി പറയുന്ന രസകരമായ ഒരു കഥയുണ്ട്. Warren Wiersbe says an interesting story. ഒരിക്കലും ഒരു പ്യൂരിറ്റൻ ബിലീവറിനെ കത്തിക്കാനോ കൊന്നുകളയാനോ ഒക്കെ ആയിട്ട് തീരുമാനിച്ചു. Once a Puritan believer was convicted and he was supposed to be burned. അപ്പോൾ അദ്ദേഹത്തെ ജയിലിലിട്ടേക്കാണ്. He was jailed. ജയിലിൽ കിടക്കുന്ന സമയത്ത്
അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തെ കത്തിച്ചു കളയും എന്നറിയാം. അപ്പം ഇങ്ങനെ ഒരു ചെറിയ തിരി ജയിലിൽ വെളിച്ചം കിട്ടാൻ കത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ പുള്ളി വിചാരിച്ചു ഇതെങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പയ്യെ ഒന്ന് തൊട്ടു നോക്കി. തൊട്ടതേ കൈ വലിച്ചു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, കർത്താവേ ഞാൻ എങ്ങനെ കത്തും, ഭയങ്കര പ്രശ്നമാണല്ലോ എന്ന് ചിന്തിച്ചു. So he knew that his punishment is being burned to death. So to understand it, and there was a small candle in his room in jail. So he tried to just touch the fire to have an experience of how it will be. And then as he touched, he understood that it's going to be dangerous, and he was thinking, how I'll endure this. ഇദ്ദേഹം വളരെ സങ്കടത്തിലും പ്രയാസത്തിലുമായി. He was very troubled and he was really sad. പിന്നീട് അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ കത്തിക്കാനായിട്ടിടയായി. But he was burned after that. പക്ഷേ കണ്ടു നിന്ന ആളുകൾക്ക് അതിശയം തോന്നി. He started to sing hallelujah to the Lord. കർത്താവിന് പാട്ടുപാടി സ്തോത്രം ചെയ്യാനായിട്ട് ആരംഭിച്ചു. But the people who witnessed his death were amazed because he was singing hallelujah and he was seen to be praising God. അപ്പോൾ ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് താനല്ല ചെയ്യുന്നത്, തന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപയാണ്. So people understood that it is not he who did that, but it was the grace of God who enabled this believer to do. പ്രിയമുള്ളവരെ, അസാധ്യ കാര്യങ്ങളെ നമ്മളിലൂടെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ വെളിപ്പെടുവാൻ നാം ദൈവത്തെ അനുവദിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. We should allow God to work in us to make impossible things possible in our life. അല്ലെങ്കിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ അധികം മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. If not, we'll not be able to proceed much further in our life. കർത്താവ് നമ്മളെ ആ നിലയിൽ ഈ നാളുകളിൽ വളരെ ശക്തീകരിക്കട്ടെ, വളരെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. I am praying that God will encourage you and പാപത്തോട് നോ പറയുന്നതിൽ, the Spirit of God will help you to ലോകത്തെ say no, ജയിക്കുന്നതിൽ, to win over the world, നമുക്ക് എളുപ്പ വഴിയിൽ നേട്ടങ്ങൾ കൊയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ, to stay away from the easy ways, മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിൽ, to stand up for values. ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വളരെ ശക്തിപ്പെടുത്തട്ടെ. In all this, may the Spirit of God help us. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. We'll go further. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 Corinthians chapter 3. വാസ്തവത്തിൽ അതിൻ്റെ 1 മുതൽ 6-7 വാക്യങ്ങൾ വരെയൊക്കെ ഈ വിഷയം പറയുന്നുണ്ട്. ഞാനത് മുഴുവനും പറയുന്നില്ല. ഇവിടെ പറയുന്നത് ഡിവിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഡിവിഷൻസ് Verses 4 and 5. Verses 1 to 7 speaks of the same topic. I'm not covering it in its entirety. It talks about divisions. ഞാൻ പറഞ്ഞല്ലോ, കൊരിന്തിലെ സഭയെ പോലെ കഴിവ്, ആത്മവരങ്ങളുള്ള ഒരു സഭ പുതിയ നിയമത്തിൽ ഉണ്ടായിരുന്നോ എന്നറിയില്ല. So, church at Corinth, there may not be any other church with so many spiritual gifts like that church. എന്തോരം വരങ്ങളാണ് അവിടെ. There were so many spiritual gifts there. എല്ലാ വരങ്ങളും, വരങ്ങളുടെ പൂർത്തീകരണം നമുക്ക് അവിടെ കാണാനായിട്ട്. We can see the completion of spiritual gifts. വരങ്ങളുടെ പ്രദർശനം നമുക്ക് അവിടെ കാണാനായിട്ട്. We can see an exhibition of spiritual എന്നാൽ gifts. ഇതുപോലെ കുഴപ്പം പിടിച്ച വേറൊരു സഭയെ നമുക്ക് പുതിയ നിയമത്തിൽ കണ്ടെത്താനായിട്ട്. But in the New Testament, you cannot find any other church which is as കഴിവിന് കുറവില്ല, വരങ്ങൾക്ക് കുഴപ്പമില്ല, അവസരങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ അവിടെ പക്വതയുള്ള വിശ്വാസികളെ നമുക്ക് കണ്ടെത്താനായിട്ട് there is no shortage of talents, no shortage of spiritual gifts, but there is a shortage of maturity in that. അവിടെ ശുശ്രൂഷ ചെയ്ത മനുഷ്യര് അസാധ്യ മനുഷ്യരായിരുന്നു. The people who were ministering in that church were impossible people. ലോകത്തിലെ ഏറ്റവും വലിയ പ്രീച്ചേഴ്സ്, അപ്പല്ലോസ്, പൗലോസ് അപ്പോസ്തലൻ, ഇവരൊക്കെയാണ് അവിടെ മിനിസ്റ്റർ ചെയ്ത ആളുകൾ എന്ന് പറയുന്നത്. Big preachers ministered in that church. Paul ministered there. Apollos ministered there. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചെന്ന് പറയുന്നത് ഒരു ഭംഗിവാക്ക് പറഞ്ഞതല്ല. അത്ര മെച്ചമായ നനയാണ് അപ്പല്ലോസ് അവിടെ നടത്തിയത്. When Paul says that I planted and Apollos watered, he's not just saying a good word to Apollos, but Apollos did really a very good work there in that church. പക്ഷേ ആളുകൾക്ക് പക്വതയില്ലാത്ത മനുഷ്യരായിരുന്നു. But then believers turned about to be immature. ചില ആളുകൾ പറഞ്ഞു, അയ്യോ പൗലോസിനെ പോലെ ഒരു മനുഷ്യൻ ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചു. Some people said, oh, there is none like Paul in the world. അത് മറ്റു മനുഷ്യർ പറഞ്ഞു, പൗലോസ് ഒന്നുമല്ല, അപ്പല്ലോസിനേക്കാൾ വലിയ മനുഷ്യൻ ലോകത്തിലില്ലെന്ന് പറഞ്ഞു. Some others are arguing, no, Paul is nothing, Apollos is everything. ഒരിക്കലും അവിടെ വരാത്ത കേഫാവ് അതിനകത്ത് കക്ഷിയാണ്. അദ്ദേഹത്തെ കുറിച്ച് അയ്യോ കേഫാവിനെ പോലെ ഒരു മനുഷ്യനെ എങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റും? Peter was nowhere there in the picture in Corinth, but then some people started saying, how can we take away Peter? ഇനിയും ചില ആളുകൾ പറഞ്ഞു, അയ്യോ കർത്താവായ യേശു ക്രിസ്തുവാണ് ഏറ്റവും വലിയവൻ. Some others said, oh no, Jesus Christ is above everything. ഈ പറഞ്ഞ മനുഷ്യരുടെ എല്ലാ ഇന്റന്റ് അപ്പോസ്തലനായ പൗലോസ് പരിശോധിച്ചപ്പോൾ അത് കറക്റ്റ് ആണ്, അത് ജീർണിച്ചതാണ്, അത് പക്വതയെത്തിയതല്ല എന്ന് തനിക്ക് മനസ്സിലായി. When Paul evaluated all these people, he understood that the intent of all these people were correct. അല്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭാഗത്താണ് ഞങ്ങൾ എന്ന് പറയുന്നവരെ പൗലോസിന് സുബോധം ഉണ്ടെങ്കിൽ ശാസിക്കാൻ പറ്റുമോ? പക്ഷെ താൻ അവരെ ശാസിച്ചു.
how can Paul condemn or correct some people who say, I'm on the side of Lord Jesus Christ? But Paul തെറ്റായ ലക്ഷ്യത്തില് യേശുക്രിസ്തുവിന്റെ ഭാഗത്താന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നാ അവിടെ പറയുന്നത്. if you say with the wrong intent that you are on the side of Jesus Christ, that is wrong. That is why Paul corrected them. പ്രിയമുള്ളവരെ, പൗലോസും അപ്പല്ലോസും കേഫാവും ഒക്കെ അവരുടെ വ്യക്തിത്വത്തിലും അവരുടെ പ്രവർത്തന രീതികളിലും ഒക്കെ വ്യത്യസ്തരായ മനുഷ്യരായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. Paul, Apollos and Cephas all were different in their character and in their style of ministry. അവരുടെ ശുശ്രൂഷകളാലാണ് ഈ മനുഷ്യരെ വിശ്വാസത്തിലേക്ക് വന്നത്. It was because of the ministry that these people came to the Lord. പക്ഷെ പൗലോസ് പറഞ്ഞു സഭയെ വിഭജിക്കാനായിട്ട് പാടില്ല. But Paul is saying, don't divide the church. സഭ വിഭജിക്കപ്പെടുന്നത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. It is an impossible thing to divide the church. താന് ഈ കൊരിന്തിലെ വിശ്വാസികളെ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ ചിന്തിക്കാനാണ് പഠിപ്പിച്ചത്? What did Paul encourage the believers in Corinth to think? പൗലോസ് പറയുന്നത് പൗലോസ് ആര്, അപ്പല്ലോസ് ആർ. Paul is saying, what then is Apollos? What is Paul? ഇന്നത്തെ രീതിയിൽ ഞാൻ പറയും, ഞാൻ ആരാന്ന് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ടൈറ്റസ് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് അപ്പല്ലോസ് ആർ, പൗലോസ് ആർ എന്ന് ചോദിച്ചാൽ പൗലോസ് തന്നെയും ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങൾ വിശ്വസിപ്പാൻ മുഖാന്തരമായി തീർന്ന മനുഷ്യരാണ്. Paul is saying, what is he himself? What is Apollos? We are servants through whom you believed as the Lord assigned to each. പ്രിയമുള്ളവരെ, നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് യജമാനന്മാരായിട്ടല്ല, നമ്മളെ വിളിച്ചിരിക്കുന്നത് ദാസന്മാരായിട്ടാണ്. The Lord has called us not to be masters but to be servants. പൗലോസ് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യന്മാരാണ്, നിങ്ങളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. നിങ്ങൾ വരങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. പിന്നെ നിങ്ങളെ നിയന്ത്രിക്കുന്നത് എന്താണ്? നിങ്ങളുടെ കാർണൽ ഇൻട്രസ്റ്റുകളാണ്. Paul is saying in verse 3 that even though you are displaying talents and spiritual gifts in your life, but you still are people of the flesh because you are being guided, you are being controlled by the desires of your flesh. പൗലോസ് പറയുന്നത് ഭിന്നത, പിണക്കം, അസൂയ ഇതൊക്കെ നിങ്ങളുടെ ഇടയിലുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ ആത്മീയരാന്ന് പറയുന്നത് എന്താ കാര്യമുള്ളത്? മച്ചുറാന്ന് പറയുന്നത് എന്താ കാര്യമുള്ളത്? ശേഷം മനുഷ്യരെ പോലെയല്ലോ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത മനുഷ്യരെ പോലെയാണ് ഇപ്പോഴും എന്നാ പറയുന്നത്. Paul is saying there is still jealousy and strife among you. So how can you say that you are spiritual people? You are people of the flesh. നമ്മളെ നിയന്ത്രിക്കേണ്ടത് എന്താണ്? What should control us? പ്രിയമുള്ളവരെ, അപ്പോസ്തലൻ പറയുന്നത് കർത്താവിൻ്റെ ദാസന്മാരായി ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യരെ കർത്താവിൻ്റെ ദാസന്മാരായി കാണാൻ പറ്റുന്നിടത്താണ് നമ്മുടെ മെച്യൂരിറ്റി. Our maturity is where we can see men of God or the servants of God as servants of God. പ്രിയമുള്ളവർ, 1 കൊരിന്ത്യർ 4 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. In 1 Corinthians chapter 4 verse 1 and 2, Paul is again talking about it. അവിടെ പറയുന്നത് ഞങ്ങളെ കർത്താവിൻ്റെ ദാസന്മാരായിട്ട് സ്റ്റുവാർഡ്സ് അല്ലേ, This is how one should regard us, as servants of Christ and stewards of the mysteries of God. അതെ, ദൈവമർമ്മങ്ങളുടെ ശുശ്രൂഷക്കാരായിട്ട് ഞങ്ങളെ കണ്ടാൽ മതി എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. Paul is saying that we should be considered as stewards of the mysteries of God. പ്രിയമുള്ളവർ, നമ്മൾ എങ്ങനെയാണ് ഒരു ദൈവദാസനെ കാണേണ്ടത്? How do we see a servant of God? എങ്ങനെയാണ് ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത്? How do we evaluate a person? അപ്പോസ്തലൻ പറയുന്നത് ഒരു ക്രിസ്തുവിന്റെ ദാസനായിരിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ കണക്കാക്കണം എന്ന് ചോദിച്ചാൽ ദൈവമർമ്മങ്ങളുടെ ശുശ്രൂഷക്കാരനായി തന്നെ കണ്ടാൽ മതി. How do you consider a servant of God? You should be considered as a servant of the mysteries of God. അങ്ങനെയുള്ള മനുഷ്യരിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. God expects that such people be found faithful. പ്രിയമുള്ളവർ, ഇതാണ് പക്വതയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന മറ്റൊരു പ്രമാണം എന്ന് പറയുന്നത്. This is another principle that Paul is saying to us about maturity. നമുക്ക് പലതരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുള്ള വ്യത്യാസങ്ങൾ, വിയോജിപ്പുകളൊക്കെ വിശ്വാസികളുടെ ഇടയിൽ വരാം. There may be difference in understandings and there will be differences of opinions. എന്നാൽ അതിനെയൊക്കെ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യുന്നതിലും വിലയിരുത്തുന്നതിലും പെരുമാറുന്നതിലും ഒക്കെയാണ് നമ്മുടെ മെച്യൂരിറ്റി എന്നത്. But if we are able to handle it with great wisdom, with great maturity, in that lies our maturity as a Christian believer. നമുക്ക് 1 കൊരിന്ത്യർ 3 അധ്യായം 1-2 വാക്യങ്ങൾ പരിശോധിക്കാം. We'll proceed to 1 Corinthians chapter 3 verses 1 and 2. But I, brothers, could not address you as spiritual people, but as people of the flesh, as infants in Christ. I fed you with milk,
not solid food, for you are not ready for it. And even now, you are not yet ready. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പക്വതയെക്കുറിച്ച് പറഞ്ഞു വരുന്ന സമയത്ത് കഴിക്കുന്ന ആഹാരവുമായിട്ട് അതിന് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. Paul, as he talks about Christian maturity, he is telling that it is related to the food you eat. അദ്ദേഹം പറയുന്നത് വിശ്വാസികൾ തന്നെ പല തരത്തിലുണ്ട്, സ്പിരിച്വലും ഉണ്ട്, ജഡികന്മാരായിരിക്കുന്ന വിശ്വാസികളും ഉണ്ട്. Paul is saying that there are different kinds of believers. There are spiritual people, but there are people of the flesh also. അതുപോലെ തന്നെ പക്വത അഡൽട്ടായിരിക്കുന്ന വിശ്വാസികളുണ്ട്, കുഞ്ഞുങ്ങളായിരിക്കുന്നവരും ഉണ്ട്. There are infants in Christ, there are adults in Christ. അതുപോലെ പാല് കഴിക്കുന്ന വിശ്വാസികളുണ്ട്, ഭക്ഷണം കഴിക്കുന്ന വിശ്വാസികളുണ്ട്. There are believers who are drinking milk, there are believers who eats food, solid food. പക്ഷേ പാല് കഴിക്കുന്ന വിശ്വാസികളെ കുറിച്ച് പൗലോസിന് സന്തോഷം പോരാ. Regarding the believers who are drinking milk, Paul is not happy for them. പൗലോസ് പറയുന്നത് തനിക്ക് ആത്മീയരോട് എന്ന പോലെ പല കാര്യങ്ങളും സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിയുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. Paul intended to speak many things with them as if they are spiritual people, but he is unable to do so. എന്നിട്ട് തന്നെ ഇന്നുള്ള ആത്മീയരായ മനുഷ്യർക്ക് കൊരിന്ത്യലേഖനം ശരിക്കും മനസ്സിലാക്കാൻ പ്രയാസമാണ്. The epistle of Corinthians is very difficult to be understood by the spiritual people of today. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചനായിരുന്നു ഞാൻ ആലോചിക്കാറുണ്ട്. If he really spoke to the Corinthians as mature believers, what would have been our state? അപ്പം ആത്മീയരായിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നത് അവര് പാല് കഴിക്കുന്നതിൽ തൃപ്തിപ്പെടുന്ന മനുഷ്യരല്ല, അവർക്ക് ഭക്ഷണം ആവശ്യമാണ്. So regarding spiritual people, Paul is saying that they will not be satisfied by milk, they'll require solid food. പൗലോസ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും കഴിവായിട്ടില്ല എന്നാണ് പറയുന്നത്. When Paul is writing this epistle, he is telling them you are not ready for it. പൗലോസ് അവിടെ ചെന്ന സമയത്ത് അവര് സ്പിരിച്വൽ ബേബ്സ് ആയിരുന്നു. ലേഖനം എഴുതുന്ന സമയത്തും പൗലോസ് പറയുന്നത് ആ അവസ്ഥയ്ക്ക് വലിയ വ്യത്യാസം വന്നിട്ടില്ല. They were spiritual babes during the time Paul ministered to them personally. During the time of writing this epistle also they are in the same situation. പ്രിയമുള്ളവരെ, സദൃശവാക്യങ്ങളിൽ അപ്പോസ്തലൻ ദൈവത്തിന്റെ ദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ. Okay, in the book of Proverbs, it is told to enjoy the Lord, that He will fulfill the desires of your heart. എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ കർത്താവിൽ സന്തോഷിക്കുന്നത്? How can you be satisfied or you be joyful in the Lord? ദൈവത്തിന്റെ വചനം പഠിക്കുന്നതിലുള്ള സന്തോഷം, the joy in reading and learning the word of God. പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിക്കുന്നതിലുള്ള സന്തോഷം, learning more and more in the word of God. ദൈവത്തിന്റെ വചനത്തെ കേൾക്കുമ്പോഴുണ്ടാകുന്ന പ്രകാശനം, വെളിച്ചം, സ്വാതന്ത്ര്യം, അതിലുള്ള സന്തോഷം, the enlightenment and the freedom that you enjoy as you understand the word of God. കൂട്ടായ്മ, ദൈവമക്കളെ കാണുമ്പോഴുള്ളതായിരിക്കുന്ന സന്തോഷം, the joy that you have when you see other believers. അപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതത്തില് കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ ഈ സന്തോഷം എന്ന് പറയുന്നത്. So in a believer's life, when you say that be joyful in the Lord, these are the joys that are അങ്ങനെ കർത്താവിൽ സന്തോഷിക്കുന്ന മനുഷ്യരുടെ ജീവിതം താളടിയായി പോകും, പതറിപ്പോകും എന്നല്ല പറയുന്നത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് തരും. So about such people who find joy in the Lord, it is said about them that the desires of your heart will be fulfilled. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തെ അങ്ങനെ പേരിൽ ഒരു ധ്യാനം, ഒരു പഠനത്തിലല്ല അവരുടെ സന്തോഷം. Our joy is not just in a reading of the word of the Lord for namesake. അവർക്ക് എന്തെങ്കിലും ഒരു ആലോചന കിട്ടിയാൽ പോരാ. They are not just happy to get something out of it. അവർക്ക് സോളിഡ് ഫുഡ് വേണം. They need solid food from the word. നല്ല വചനം വേണം. They want good. ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ദൈവത്തിന്റെ ആലോചനകൾ അവർക്ക് ആവശ്യമാണ്. They need thoughts from the word of God which goes down to the depths of the heart. അതവർ വെറുതെ സ്വീകരിക്കുക മാത്രമല്ല, അതവരുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെല്ലാം വളരെ വ്യത്യാസപ്പെടുത്തും. So it changes their opinions and their thought processes very vividly. ഇംഗ്ലണ്ടിലെ രണ്ട് പ്രസിദ്ധരായിരിക്കുന്ന ദൈവദാസന്മാരെ വളരെ പ്രസിദ്ധരാണ്. ഒരാളുടെ പേര് റിഡ്ലി, മറ്റേയാളുടെ പേര് ഞാൻ മറന്നുപോയി. അവർ രണ്ടുപേരെയും കത്തിച്ച് കൊല്ലാനായിട്ട് ഗവൺമെന്റ് ഉത്തരവിട്ടു. In England, two servants of God were condemned to death by burning. അവർ വളരെ പ്രസിദ്ധരായിരിക്കുന്ന മനുഷ്യരാണ്. രണ്ടുപേരെയും ഒരു ചങ്ങലയിലിട്ടാണ് ഈ കത്തിക്കുന്ന ഇടത്ത് നിർത്തിയത്. They were very famous leaders in the Christian church at that time. They were held by one chain as they were standing in fire. അപ്പൊ അതിനകത്ത് ഒരു മനുഷ്യൻ
ആ സമയത്ത് അല്പം ഒന്ന് പതറിപ്പോയി. So one of them was troubled a little bit as he was standing. ഞാനിങ്ങനെ വിചാരിക്കും അദ്ദേഹം പതറിയല്ലുള്ളൂ, ഞാനാണെങ്കിൽ ഓടിയേനെന്ന് വിചാരിച്ചു. I am thinking he was only troubled a little bit. I would have run away from that place. മറ്റേ ആൾ പറഞ്ഞു നീ പേടിക്കരുതെന്ന് പറഞ്ഞു. So the other believer told, do not be afraid. നമ്മൾ ഇംഗ്ലണ്ടിന്റെ വെളിച്ചമാകാൻ പോവാന്ന് പറഞ്ഞു. He told him that we are going to be the light of England. ഭയങ്കര കൺവിക്ഷൻസ് ആണ് ഈ മനുഷ്യരുടെ. They had very good convictions. ദൈവത്തിന്റെ വചനം പഠിച്ചും ധ്യാനിച്ചും മനസ്സിലാക്കിയും ജീവിച്ചും ദൈവത്തെ അനുഭവിച്ചും സൃഷ്ടിച്ചെടുക്കുന്ന ഇൻ ഡെപ്ത് ആയിരിക്കുന്ന കൺവിക്ഷൻസ്. These convictions which were born out of studying, dividing the word of God in its depth and understanding it, and thus they were. ഇങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരെ ചെയ്ത പല കാര്യങ്ങളും നമ്മൾ ഓർത്താൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും. ദൈവമേ ഇതെന്ത് സംഭവമാണ് ഈ കേൾക്കുന്നത്. We'll be amazed to hear such stories of people who had strong convictions from the word of God. മനുഷ്യരെ ആ നിലയിൽ ശുദ്ധീകരിച്ചെടുക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. People are purified in the word of God. People's thoughts are purified in such ways by the word of God. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ പറയും അഭിപ്രായമുള്ള 100 പേരെക്കാൾ കൺവിക്ഷൻ ഉള്ള ഒരു മനുഷ്യനാണ് നല്ലതെന്ന് പറയും. Winston Churchill used to say like this, it is better to have one person with a conviction than to have 100 people. ദൈവത്തിന്റെ വചനമൊക്കെ ധാരാളം പഠിച്ച് നമ്മൾ ഒത്തിരി അഭിപ്രായങ്ങളുള്ള മനുഷ്യരായിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. It is not good for us to have so many opinions after studying the word of God. എല്ലാ വാക്യങ്ങളിലും ഡോഗ്മാറ്റിക് ആയിട്ട് പറയാനും പറ്റില്ല. അത് നമുക്കറിയാം, നമുക്കതിന് ബുദ്ധിമുട്ടുണ്ട്. We cannot be dogmatic about many verses. പക്ഷെ നമുക്കൊരു കൺവിക്ഷൻ വേണം. But we should have good conviction. ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച്, about our Christian life, നമ്മുടെ ശുശ്രൂഷകളെ കുറിച്ച്, about our ministry, നമ്മുടെ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച്, about our attitudes, നമ്മുടെ വിവാഹത്തെ സംബന്ധിച്ച്, about our marriages, നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, about our children, എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരു കൺവിക്ഷൻ ദൈവവചനത്തിൽ നിന്നുണ്ടായി വരേണ്ടത് ആവശ്യമാണ്. About all these things it is necessary that we should have strong പക്ഷേ എങ്ങനെ convictions. കൺവിക്ഷൻ ഉണ്ടാകുന്നത്? How does this conviction come അപ്പോസ്തലൻ about? പറയുന്ന പാല് കുടിക്കുന്നതിൽ തൃപ്തിപ്പെടരുത്. Don't be satisfied with milk. വചനം ആഴത്തിൽ പഠിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തണം. Find joy in learning the word of God in depth. എബ്രായ ലേഖനകാരനും അത് തന്നെയാണ് പറയുന്നത്. The writer of Hebrews also says like that. എബ്രായ ലേഖനം 5-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങള്, Hebrews 5 verses 11 and 12. അവിടെ അദ്ദേഹത്തിന്റെ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നിരിക്കുന്നു. One of the complaints that the writer has about them is that you have become dull of hearing. നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ള മനുഷ്യരായി തീർന്നു. You have become dull of hearing. അപ്പം അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ മൽക്കിസദേക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം വിശ്വാസികൾ വാച്ചയിൽ നോക്കാൻ തുടങ്ങി. പോകേണ്ട സമയമായിരുന്നു, ഇനിയിപ്പം എന്താ അധികം പറയുന്നത്. When the writer of Hebrews was probably talking about Melchizedek, people started to look at their watches. Time is up. അപ്പൊ അവർക്ക് അത് അങ്ങ് ഗ്രഹിച്ചെടുക്കുന്നതിൽ അത്ര സന്തോഷം വന്നില്ല. People didn't find it a joyful thing to understand these truths. അപ്പൊ അതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് വളരെ പ്രയാസം അവർക്ക് വന്നു. They found it very difficult to digest these. അവരെ ഇപ്പോഴും ആദ്യ പ്രമാണങ്ങളിൽ കിടക്കുകയാണ്. They were still in the same principle. ഒരു എഴുത്തുകാരൻ പറഞ്ഞത് ABC ഓഫ് സ്പിരിച്വൽ ലൈഫ്, അതിൽ കിടന്ന് അവര് ഉരുണ്ടോണ്ടിരിക്കുകയാണ്. They were still rolling in the ABCs of spiritual life. അപ്പൊ അത് പോരെന്നാ പറയുന്നത്. അങ്ങനെ ദൈവവചന സത്യങ്ങളുടെ ABCകളിൽ എലമെന്ററി ആയിരിക്കുന്ന കാര്യങ്ങളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കാതെ മുന്നോട്ട് പോവുക. So the writer is saying, don't stay in those ABCs, go further. അപ്പോസ്തലൻ പറയുന്നത് പാല് കുടിക്കുന്ന മനുഷ്യര് ആയിട്ട് തുടരരുത്. Don't continue to be people who are drinking milk. അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് പറയുന്നത് നീതിയുടെ വചനത്തിൽ പരിശീലനം സിദ്ധിച്ച ആളുകളല്ല. About them he is saying that they are unskilled in the word of righteousness. ഈ ദൈവവചനത്തില് പരിശീലനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ നീതിയുടെ വചനത്തിൽ സ്കിൽഡ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? What is the meaning of unskilled in the word of righteousness? അവർ അറിവില്ലാത്ത ആളുകളാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. It doesn't mean that they are people without knowledge. ഒരു ചർച്ചില് എല്ലാ ക്വിസിനും 1ാം സമ്മാനം മേടിച്ച മനുഷ്യനെ പുകവലിക്ക് പുറത്താക്കേണ്ടതായിട്ട് വന്നു. In a church, there was a believer who was winning first prize for all the Bible quizzes that were happening, but he was thrown out of the church because of smoking. അനേക വട്ടം വിശ്വാസികൾ ആ സഹോദരനോട് പറഞ്ഞു, താങ്കൾ അത് ചെയ്യുന്നില്ല, ഇല്ല. അവസാനം അദ്ദേഹത്തെ പിടികൂടി. He was denying it. അതെ. Many a time people were questioning him, but he was denying it. Finally he was caught.
അപ്പൊ അദ്ദേഹം ദൈവത്തിന്റെ വചനത്തിൽ അറിവില്ലാത്ത ഒരാളല്ല, ഇൻഫോംഡ് ആയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. He was a very informed person in the word of God. പക്ഷെ മോറൽ ചോയ്സുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ ഈ വചനം അപ്ലൈ ചെയ്യാൻ തനിക്ക് അറിവില്ല. But he didn't have the knowledge to apply the word of God in perspective of moral ഇത് choice. ദൈവത്തിന് പ്രസാദകരമായ കാര്യമല്ല. This is not something that God ദൈവത്തിന്റെ likes. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന അവന് പ്രസാദകരമായ കാര്യമല്ല. This is not pleasing the Spirit of God who resides in me. അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന തീരുമാനം എടുക്കുന്നതിൽ താൻ പഠിച്ച വചനം തനിക്ക് ഉപകാരമായി തീർന്നില്ല. So I will not do this in my life. Taking this decision didn't happen in his life from the learnings he had from the word. എബ്രായ ലേഖനകാരൻ പറയുന്നത് കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായികൊണ്ട് മീൻസ് കൺവിക്ഷനായി തീരാത്തത് കൊണ്ട് അവർക്ക് ഉപകാരമായി തീർന്നില്ല. നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒത്തിരി ക്യാമ്പുകളിൽ പേഴ്സണൽ സ്റ്റഡിയിൽ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നു, പക്ഷെ വിശ്വാസമായി തീരാത്തത് കൊണ്ട് നമുക്കത് ഉപകാരമായി വരുന്നില്ല. If what we are hearing is not turning into faith, then it is useless for us. That is what happens to many of us. We hear from many camps, we hear preachings and messages, but it is not changing or it is not converting into faith in us. ദൈവത്തിന്റെ വചനത്തെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. It is needed for us to apply the word of God in our ദാനിയേൽ lives. അത് അപ്ലൈ ചെയ്തു. Daniel applied in it. ദാനിയേലിന് മുൻപിൽ നെബൂഖദ്നേസറിന്റെ ഭക്ഷണശാല ഡൈനിങ് ടേബിൾ ഓപ്പൺ ആയിട്ട് കിടന്നു. The table of Nebuchadnezzar was opened before him. സാധാരണ പിള്ളേരൊക്കെ എന്ത് പറഞ്ഞു? ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് അവർ കഴിച്ചു. The other children were, other young people were happy that God opened such a wonderful table during time of drought. ദാനിയേൽ ആ ഭക്ഷണത്തെ എല്ലാം ഒന്ന് സൂക്ഷിച്ചു നോക്കി. Daniel looked at all that. അത് ചിലതെല്ലാം ശുദ്ധിയുള്ള മൃഗങ്ങളുടെയാണ്, എന്നാൽ ഒത്തിരി ശുദ്ധി ഇല്ലാത്ത മൃഗങ്ങളുടെയാണ്. Some of them are from holy things, but some are unholy for him. ചില മത്സ്യങ്ങളൊക്കെ ശുദ്ധിയില്ലാത്തതാണ്. Some of the fish are unholy. ചില unclean. ഡ്രിങ്ക്സ് ഒക്കെ നമ്മുടെ ഉള്ള സുബോധം നഷ്ടപ്പെടുത്തി കളയും. Some of the drinks make you lose your consciousness. എങ്കിലും എന്റെ വിചാരം ആ ഡൈനിങ് ടേബിളിൽ ദാനിയേലിന് കഴിച്ചിട്ട് പോകാൻ പറ്റിയ ഒത്തിരി ഡിഷസ് ഉണ്ടായിരുന്നെന്ന് എൻ്റെ ഒരു ചിന്ത. But I think there were many dishes on that table which Daniel could choose and eat. എന്നാൽ പിന്നെ അത് കഴിച്ചിട്ട് പോയാൽ പോരെ, ഇത് ഈ ഇടാകൂടൊക്കെ ഉണ്ടാക്കിയ ആവശ്യം എന്താ ഉള്ളത്? He could have eaten those things and gone away silently. Why should he have made all those trouble for the ഒരു whisper? പക്ഷേ ഈ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ ആളുകളുടെ ചിന്ത ദാനിയേൽ നെബൂഖദ്നേസറിന്റെ ടേബിളിൽ പാർട്ടേക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ഇംപ്രഷൻ ആളുകൾക്ക് കിട്ടാനുള്ള ചാൻസ്. Maybe if Daniel had eaten from the same table, people would have thought that Daniel is partaking from the table. ഞാനും ഇവരുടെ കൂടെയാണ് എന്ന് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് തോന്നാനുള്ള ചാൻസ്. Onlookers might have thought that Daniel is with these people. അതിന്റെ ടെസ്റ്റിമണി ഒരുപക്ഷെ സ്വാധീനിക്കാം. That may impact my testimony. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭക്ഷണം ഒന്നും പറ്റില്ല. So Daniel told, I will not eat from any of this. എന്തൊരു തീരുമാനമാണല്ലേ? What a decision. എന്തൊരു കൺവിക്ഷനാണ് തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. What a conviction Daniel had. പ്രിയമുള്ളവർ, ഈ മനുഷ്യരെ പോലെ എബ്രായ വിശ്വാസികളെ കുറിച്ച് പറയുന്നത് അവർക്ക് കൺവിക്ഷൻ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നില്ല. About the Hebrew believers, it is said that they didn't have strong convictions. അവർക്ക് ഒത്തിരി അറിവുള്ള മനുഷ്യരായിരുന്നു. They were knowledgeable people. അവർക്ക് എഴുതിയ ലേഖനത്തിന്റെ നേച്ചർ നമ്മൾ പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാകും എത്ര ഡെപ്തിലാണ് എഴുത്തുകാരൻ പറഞ്ഞും എഴുതിയും പോകുന്നത്. അതൊക്കെ അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. As we read the epistle, we can know that we can understand that the epistle is written in great depth of knowledge. പക്ഷെ അവരെ ഒരു തീരുമാനത്തിൽ എത്തിക്കാനായിട്ട് എബ്രായ ലേഖനകാരൻ വളരെ പണിപ്പെടുകയാണ്. But the Hebrew writer is trying very hard to make them reach a decision. യേശുക്രിസ്തുവാണ് സർവോത്കൃഷ്ടനായിരിക്കുന്ന വ്യക്തി. ദൂതന്മാരിലും മറ്റെല്ലാവരിലും വലിയവൻ ക്രിസ്തുവാണ്, മോശയിൽ വലുത്, ദൈവാലയത്തെക്കാൾ വലുത് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവരിങ്ങനെ ഉറങ്ങിപ്പോവുകയാണ്. When the writer is trying to convince them that Jesus Christ is above all, above Moses, above angels, even above the temple of God, they are probably dozing off. യാഗത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുമ്പോഴും അവര് അങ്ങ് മയങ്ങി പോവുകയാണ്. When he is talking about about the sacrifice, even then they are sleeping off. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പഠിക്കുന്നതും ദൈവവചന സംബന്ധമായ ഡിസിഷൻസ് തക്ക സമയത്ത് എടുക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യങ്ങളാണ്. It is important to learn the word of God. At the same time, it is as much important to take good decisions according to the word that you have learned. ഒരിക്കൽ ഒരു മനുഷ്യനെ എഴുതിയൊരു പുസ്തകം ഞാനിങ്ങനെ വായിച്ചപ്പം യഹൂദന്മാരൊരാളെ അറിവുള്ളയാൾ എന്ന് വിളിക്കുന്നത് അറിഞ്ഞ കാര്യം ചെയ്ത് വിജയിക്കുമ്പോഴാണെന്നാണ് പറയുന്നത്. I have read like this, that Jews
call somebody as a knowledgeable person when they do it out and find victory in that. അതായത് തനിക്കൊരു കാര്യം മനസ്സിലായി, അത് താൻ അപ്ലൈ ചെയ്തു, അതിൽ ജയം കണ്ടെത്തുക, അപ്പോഴാണ് അദ്ദേഹത്തെ അറിവുള്ള മനുഷ്യൻ എന്ന്. You know something, you applied it and found success in that, and then you are called a knowledgeable person. എന്നാൽ നമ്മുടെ രാജ്യത്തെ മറ്റനേക രാജ്യങ്ങളിലും അങ്ങനെയല്ല. It is not so in our country as well as many other places. ഒരു വിഷയത്തിൽ അറിവുള്ളയാളെ നമ്മൾ അറിവുള്ളയാളെന്നും കുടുംബത്തിൽ പരാജയമായ മനുഷ്യരെയും അറിവുള്ളയാളെന്നും നമ്മൾ വിളിക്കും. We call people who have knowledge in a particular subject as knowledgeable, as well as a person who might have failed in his family also as a knowledgeable. ഒരുപക്ഷെ നമ്മുടെ പ്രൊഫസർ 2 ഡിവോഴ്സ് നടത്തിയതായിരിക്കും, പക്ഷെ നമ്മൾ ഒരു ഭയങ്കര പാർട്ടിയാട്ടോ എന്ന് പറയും. Maybe your professor would have had 2 divorces in his life, but still you would call that person as a very knowledgeable guy. ഒത്തിരി അബോർഷൻസ് ലീഡ് ചെയ്ത ഡോക്ടർ ആയിരിക്കും, പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഡോക്ടർ ലോകത്തിലില്ലാട്ടോ നമ്മൾ പറയും. Maybe this doctor would have conducted a lot of abortions, but still you would call him as a great doctor. പക്ഷേ എബ്രായ വിശ്വാസികൾ അവരെ വിളിക്കില്ല ബുദ്ധിയുള്ളവരെന്ന്. But the Hebrew believers won't call such people as intelligent. ഒരിക്കൽ പ്രസിദ്ധനായ ഒരു പാസ്റ്ററുടെ മുൻപിൽ ഒരു മനുഷ്യൻ വന്നു. A man came before a famous pastor. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, പിന്നെ അങ്ങനെ ഒരിക്കലും എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ ഞായറാഴ്ച ഡ്രോപ്പ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ അല്പസമയം നിങ്ങളുടെ ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗം എൻ്റെ എല്ലാ സ്വസ്ഥതയും കെടുത്തിക്കളഞ്ഞു. He said, I am not a believer in God, but once I came to drop a friend of mine here, I heard a part of the message that you were preaching and അദ്ദേഹം it caused me a lot of problems. പാപികളായിരിക്കുന്ന മനുഷ്യരുടെ അന്തം മരണമാണ്, അവർ നിത്യ നരകത്തിൽ ചെന്നെത്തും എന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുന്നത്, നരകത്തിൽ അങ്ങനെ ഒരാൾ പോകുമെങ്കിൽ പോകുന്നയാൾ ഞാനായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. He heard the preacher saying that the end of a sinner is eternal death, is hell. And hearing that, he became very uncomfortable, and he said, if there is such a person, then I will be that person. അപ്പോൾ ഈ ദേവദാസൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇരിക്കെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറ, എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. The preacher made him sit down and talk more to him. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ജൂവിഷ് ഡോക്ടറാണ്. He told, I am a Jewish doctor. ഞാൻ എൻ്റെ ആശുപത്രിയിൽ നടത്തിയ അബോർഷൻസിന് കയ്യും കണക്കുമില്ല. അതിന് ഒത്തിരി പണം ഞാൻ ആശുപത്രിക്ക് ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ പേരിൽ അവർക്ക് എന്നോട് പ്രത്യേക താല്പര്യമുണ്ട്. I have conducted a lot of abortions and I have made a lot of money for my hospital, and because of that the hospital is very much invested in me. എൻ്റെ ഭാര്യയെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ വേറെ ഒരു സ്ത്രീയെയാണ് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നത്. I have separated from my wife and I am living with another woman now. ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ഒരു സ്വസ്ഥതയില്ലെന്ന്. After hearing all this, I am so uncomfortable right now. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ തരണം. So pastor asked him what to do. So he told him to give me a solution for this. അദ്ദേഹം പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം വായിക്കാൻ പറഞ്ഞു, ഒരു ബൈബിൾ കൊടുത്തു വിട്ടു. So the preacher told him to read the book of John, the Gospel of John. ശരി, വായിച്ചതിന് ശേഷം എന്നെ വിളിക്കുക, നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞു. So he asked him to read the Gospel of John and to call back so that they can talk again. പാസ്റ്ററുടെ കൂടെയുള്ള സഹോദരന്മാർ പറഞ്ഞു, നിങ്ങൾ ചുരുങ്ങിയ പക്ഷം സിന്നേഴ്സ് പ്രേയർ എങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് വിടേണ്ടതായിരുന്നു, ഇത് ഭയങ്കരമായി പോയി. The friends of the pastor, his colleagues, told him at least you would have made him say the sinner's prayer before he left. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവം ആരംഭിച്ച ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. So the preacher replied that if God has started a work in him, he will certainly return. ഒരാഴ്ച കഴിഞ്ഞപ്പം അദ്ദേഹം വീണ്ടും ഈ ദൈവദാസനെ വിളിച്ചു. So this doctor called the preacher after a week. വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കാണണം, സംസാരിക്കണം, I want to speak. വന്നു, ഇരുന്നു, സംസാരം ആരംഭിച്ചു അവർ തമ്മിൽ. So he came. സംസാരിച്ച് ചോദിച്ചു, യോഹന്നാന്റെ സുവിശേഷം വായിച്ചു കഴിഞ്ഞോ? Did you read the Gospel of John? Yes, I read. യേശുക്രിസ്തു ആരാന്നാ മനസ്സിലായത്? What did you understand as about Jesus Christ? യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്ന്. Jesus Christ is really God. യേശു എന്തിനാ മരിച്ചത്? Why did Jesus Christ die? യേശു മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. Jesus Christ died for the sins of humanity. ഇനി നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് യേശുവിനെ കുറിച്ച്? What more did you understand about Jesus Christ? യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Jesus Christ was raised up from the dead. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് എന്ത് ചെയ്യണം? What should you do for your sins? അദ്ദേഹം പറഞ്ഞു, ഞാൻ റോമാലേഖനവും വായിച്ചു. I read Romans also. യേശുവിനെ സ്വീകരിക്കണം. I should accept Jesus Christ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? What is meant by accepting the Lord Jesus Christ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെയുള്ള സ്ത്രീയെ പറഞ്ഞു വിട്ടിട്ട് എൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ടൊന്ന് കൂടെ പാർപ്പിക്കും.
I should let the woman who's living with me go away and bring back my wife. ഞാൻ ഇന്ന് തന്നെ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കും. I should give my resignation from the hospital I am working in. ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കും. I should submit my life to the Lord. അതാണ് യഥാർത്ഥ പരിജ്ഞാനം. That is real wisdom. അതാണ് യഥാർത്ഥ തിരഞ്ഞെടുപ്പ്. That is real choice. അതാണ് യഥാർത്ഥ വിവേകം. That is real knowledge. നമ്മൾ ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങൾ അറിഞ്ഞതിൻ്റെ പ്രകടമായിരിക്കുന്ന തെളിവാണ് അത്. These are evidences of knowing the truths in the Word of God. ദൈവം നമ്മളെ പ്രത്യേകം സഹായിക്കട്ടെ. May God help us. നമ്മൾ എല്ലാം സംസാരിച്ചില്ല എങ്കിലും നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. We have not covered the entire topic, but we have covered many of it. പ്രിയമുള്ളവരെ, ഈ പക്വതയുടെ വലിയ അനുഭവങ്ങളിലേക്ക് ദൈവം തന്നെ നമ്മൾ നടത്തട്ടെ. May God guide us to good experiences, to great experiences. നമുക്ക് സ്വയം നടന്നു കയറാൻ പറ്റിയ കാര്യമല്ല. Maybe we may not be able to do it on our own. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറയുന്ന അതുകൊണ്ട് ആദ്യ വചനങ്ങളെ വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കാം. Hebrews chapter 6 verse 1 reads like this: Therefore let us leave the elementary doctrine of Christ and go on to maturity. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. He's saying if God allows, we will. If this we will do if God permits. ദൈവം അനുവദിക്കുവോ എന്നൊരു സംശയത്തിന്റെ ആവശ്യമില്ല. ദൈവം അനുവദിക്കുന്നത് കൊണ്ട് ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. It doesn't mean that if God will not allow, no. It means that God will allow and we will do. നമ്മുടെ ജീവിതത്തിന്റെ മെച്യൂരിറ്റി പ്രോസസ് ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ വില്ലാണ്. It is the will of God that we grow into maturity. അത് ദൈവം സാധ്യമാക്കും. God will make it possible. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May God bless us.